പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. വൈശാഖ് സംവിധാനം ചെയ്ത ഖലീഫ പൃഥ്വിരാജ് സുകുമാരനായിരുന്നു ഇതിനകത്തെ മുഖ്യ കഥാപാത്രം. എന്നിരുന്നാലും കാമിയോകൾ തിളങ്ങി എന്നാണ് ഈ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ലാലേട്ടൻ്റെ കാമിയവും ടൊവിനോയുടെ കാമിയവും ഫൗബിൻ്റെ കാമിയവും ഒക്കെ നിറഞ്ഞാടുന്ന ചിത്രമായി മാറി. ഏതായാലും ചിത്രത്തെപ്പറ്റി ഫമ്മിഫറ പ്രതികരണമാണ്. ഇതിൻ്റെ തിരക്കഥ കെട്ടുറപ്പുള്ള തിരക്കഥയല്ല ഈ ചിത്രത്തിന് എന്നുള്ളതാണ് ഭൂരിപക്ഷം പേരുടെയും അഭിപ്രായം. പണ്ട് പല പ്രാവശ്യവും വന്നുപോയ തിരക്കഥ, അത് ഇപ്പം പഴയ വീഞ്ഞ് പുതിയ ഉപ്പിയിലാക്കിയിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ ഡീഗ്രേഡിങ് നന്നായി നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനെ സംബന്ധിച്ച് എമ്പുരാൻ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിനെതിരെ മറുവശത്തൊരു പടനീക്കമുണ്ട്. അതുപോലെ തന്നെ ചില നായക നടന്മാരുടെ ഫാൻസുകാരും അദ്ദേഹത്തിനെതിരെ നീങ്ങുന്നുണ്ട്. അങ്ങനെ രണ്ടിൻ്റെയും ഇടയിൽപ്പെടുന്ന ചിത്രമാണ് ഖലീഫ. പക്ഷേ ഈ ഏത് ഡീഗ്രേഡ് നടന്നാലും ചിത്രം മികച്ചതാണെങ്കിൽ ഒരു ഡീഗ്രേഡിങ് ബാധിക്കത്തില്ല എന്ന് 100% ഉറപ്പാണ്. അത് തുടക്കത്തിൽ നമ്മൾ കണ്ടു. തുടക്കത്തിന് ഭയങ്കര ഡീഗ്രേഡിങ് ആയിരുന്നു. അത് ചിത്രത്തെ ബാധിച്ചില്ല. ചിത്രത്തിൻ്റെ കളക്ഷൻ നോക്കുമ്പോൾ ഏകദേശം 40 കോടിയും കഴിഞ്ഞ് മുന്നേറുന്ന കാഴ്ചയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഏതായാലും തിരക്കഥയുടെ അഭാവം തന്നെയാണ് ചിത്രത്തെ നന്നായി ബാധിച്ചിട്ടുള്ളത്. ആദ്യ ദിവസത്തെ കളക്ഷൻ പുറത്തു വരുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു 12 കോടി എങ്കിലും നേടാൻ സാധ്യതയുണ്ട്. നമ്മുടെ കണക്കൂട്ട് അല്പം തെറ്റിച്ച് 12 കോടി 20 ലക്ഷത്തിലേക്ക് ആദ്യ ദിന കളക്ഷൻ എത്തിയിരിക്കുന്നു. ഇതിലെ ഇന്ത്യ ഗ്രോസ് 6 കോടി 20 ലക്ഷവും ഓവർസീസ് കളക്ഷൻ 6 കോടിയുമാണ്. 1967 ഷോയിൽ നിന്നാണ് ഇത് കളക്ട് ചെയ്തിരിക്കുന്നത്. കേരള കളക്ഷൻ 5 കോടി 30 ലക്ഷവും ഇന്ത്യയിലെ ബാക്കിയുള്ള കേരള ഒഴിച്ചുള്ള ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് 90 ലക്ഷവും ഇത് കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്ത്യ ഗ്രോസ് 6 കോടി 20 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിനകത്ത് 90 ലക്ഷത്തിലും 45 ലക്ഷവും കർണാടകയിൽ നിന്നാണ് ഈ ചിത്രം കളക്ട് ചെയ്തത്. അങ്ങനെ ആദ്യ ദിവസം മികച്ച കളക്ഷൻ നേടി എന്ന് തന്നെ പറയാം. 12 കോടി 20 ലക്ഷം എന്ന് പറയുന്നത് ഒരു കുറഞ്ഞ കളക്ഷനൊന്നുമല്ല. പക്ഷേ ഇതിൻ്റെ ഹൈപ്പ് അനുസരിച്ച്, ഖലീഫ എന്ന ചിത്രത്തിൻ്റെ ഹൈപ്പ് അനുസരിച്ച് കളക്ഷൻ ഇടിവ് നേരിട്ടിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം. അങ്ങനെ 12 കോടി 20 ലക്ഷവുമായി മുന്നേറുന്ന ഖലീഫ എന്ന ചിത്രം രണ്ടാം ദിവസം വെള്ളിയാഴ്ച ഈ ചിത്രത്തിന് കനത്ത ഇടിവ് നേരിടുന്നതായിട്ടാണ് നമ്മൾ പ്രീഫെയിലൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. രണ്ടാമത്തെ ദിവസത്തെ പ്രീഫെയിൽ വെറും 89 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. ഏകദേശം ഇന്നും 2 കോടി കേരള കളക്ഷൻ നേടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പുതിയ ഒരു ചിത്രം റിലീസ് ഉണ്ട്, നമ്മുടെ നിവിൻ പോളിയുടെ ചിത്രം. മണിക്കൂറിൽ ഏകദേശം 3000, 4000, 5000 ടിക്കറ്റൊക്കെയാണ് മണിക്കൂറിൽ വിറ്റുമാറുന്നത്. അപ്പോഴും ഇതും 2 കോടിക്ക് മുകളിലുള്ള തുക ഇന്നും കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം വേൾഡ് വൈഡ് കളക്ഷൻ ഇന്നുകൊണ്ട് 20 കോടി കടക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. എന്നാലും കാത്തിരുന്ന് കാണാം. ഇന്നലെ ഖലീഫ എന്ന ചിത്രം ബുക്ക് മൈ ഷോയിലൂടെ മാത്രം വിറ്റ ടിക്കറ്റിൻ്റെ എണ്ണം 1,04,000 ടിക്കറ്റാണ്. ഇന്ന് അതിൻ്റെ പകുതി വിൽക്കാൻ സാധ്യത കുറവാണ്. അതുപോലെ പുതിയ പടത്തിൻ്റെ റിലീഫുണ്ട്. ഏതായാലും വലിയ ഭേദപ്പെട്ട വിൽപ്പനയുമായിട്ട് മുന്നേറുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ കൃത്യമായിട്ടുള്ള കളക്ഷനൊക്കെ അറിയണമെങ്കിൽ നമുക്ക് കുറച്ച് കാത്തിരുന്നേ മതിയാവും. കാരണം ഫമ്മിഫറ പ്രതികരണം നേടിയ ചിത്രമാണ്. ഉറപ്പായിട്ട് വിജയിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, മറ്റു പല ചിത്രങ്ങൾ പറയുന്നത് പോലെ. എന്നാലും ഓണക്കാലമാണ്, ഓണം വെക്കേഷനാണ്. അപ്പം അവധി ദിവസങ്ങളുണ്ട്. മിക്കവാറും മലയാളികൾ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ ഇറങ്ങും, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർ. അത് ചിത്രത്തിന് വളരെ ഗുണമാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നീണ്ട 10 ദിവസം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്നാലും ഒരു 50 കോടിക്ക് മുകളിൽ ഈ ചിത്രം കളക്ട് ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരൂ. ഈ ചിത്രവും മികച്ച വിജയമായി മാറട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. അപ്പോൾ ഖലീഫ വാർത്തകളോ പുതിയ സിനിമ വാർത്തകളോ ഒന്നും ഇവിടം കൊണ്ട് തീരുന്നില്ല. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.